ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീക്കാണ്, ബീഫ് സ്റ്റീക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ളൊരു ബീഫിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. കൂടാതെ ബ്ലാക്ക് പെപ്പറും ഉപ്പും ഇത് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതേസമയം തന്നെ നമ്മുടെ എയർ ഫ്രയർ നമ്മളിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം പ്രീ ഹീറ്റ് ആയിട്ടുണ്ടാവും. നമ്മളിനി ഇത് നേരെ നമ്മുടെ എയർ ഫ്രയറിലോട്ട് വെക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒരു ഇതിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ വൃത്തികേടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് എയർ ഫ്രയറിലോട്ട് നമ്മളിത് വെക്കുകയാണ്. ഓക്കെ, നന്നായി സ്പ്രെഡ് ചെയ്ത് അവിടെ വെക്കുക. ഓക്കെ, എയർ ഫ്രയറിലോട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റാണ് ഞാൻ ടൈം വെച്ചിരിക്കുന്നത്, 200 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ മിസ് ചെയ്തൊരു കേസ്, നമ്മുടെ ബട്ടർ അതിൽ ജസ്റ്റ് ഒന്ന് 2-3 പീസ് നമ്മൾ അതിനകത്ത് അതിൻ്റെ മുകളിലായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ കട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ കട്ട് ചെയ്ത ബട്ടർ ഈ സ്റ്റീക്കിൻ്റെ മുകളിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി ബാക്കി വരുന്ന കുറച്ച് ബട്ടർ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് മറിച്ചിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായി കുക്കായിട്ടുണ്ട്. എന്നാലും നമ്മളിതൊന്ന് മറിച്ചിടാം. ഓക്കെ, ഇനി നമ്മൾ മാറ്റി വെച്ച ബട്ടറിൻ്റെ 2 പീസും കൂടി മുകളിൽ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റീക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ദിസ് എ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ തന്നെ നമ്മൾ വെക്കാം. ഇപ്പോൾ എയർ ഫ്രയർ ഓൾറെഡി ഓഫ് ആയിട്ടുണ്ട്, അപ്പോൾ ഇതിൽ തന്നെ വെക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. So this is the final product.